ദേവമായ നമോസ്തുതേ നമോസ്തുതേ ദയാനിധേ വിഷ്ണുമായ നമോസ്തുതേ 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 കൃപാകരാ പൂലാരിക്കുട്ടിച്ചാത്തൻ ശരണം. അതെന്താ പറ്റി? അതെന്താ ഉണ്ണി അങ്ങനെ വന്നേ? ഇപ്പൊ വേറെ എവിടെ നിന്നാ വന്നേക്കണം? ഉണ്ണിയുടെ സമയം നല്ലതന്നെ, അതുകൊണ്ടൊക്കെ ഇറങ്ങിക്കോളാൻ പറയും, പൊക്കോളാൻ പറയും. എന്നോട് നല്ലവണ്ണം പ്രാർത്ഥിച്ചോളാൻ പറയും, ഞാൻ പൂർത്തീകരിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ എന്താണ് കർമ്മം ചെയ്യുന്ന ആ സ്ഥാപനത്തിന്റെ പേര്, അതിന്റെ മേലാധികാരിയുടെ പേര്, ഉണ്ണിയുടെ നാമം, നക്ഷത്രം, അതുപോലെ തന്നെ ആ ദിക്കും ദിശയൊക്കെ എഴുതി കൊടുത്തു. ഞാൻ വഴി ഉണ്ടാക്കി തരാം കേട്ടോ. അതായത് ആ ഉണ്ണി കർമ്മത്തിന് നിൽക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ ആ കർമ്മത്തിന്റെ ആലയത്തിന് പേരുണ്ടെങ്കിൽ അതുപോലെ തന്നെ വെള്ളി തരുന്ന ആ ആലയത്തിന്റെ ഉടമയായിട്ടുള്ള മേലാധികാരിയുടെ പേരും കൂടി എഴുതി കൊടുത്തു. ഞാൻ വഴി ഉണ്ടാക്കി തരാം കേട്ടാ. ഉണ്ണി പൊക്കോളാൻ ഞാൻ പറഞ്ഞു. ഉണ്ണിയുടെ സമയം നല്ലതാ. ഉണ്ണി ഈ മലയാള മണ്ണിൽ കിടന്ന് ചുറ്റിത്തിരിയേണ്ട ഉണ്ണിയല്ല. ഉണ്ണി എന്നോട് ഒരു കള്ളത്തരം കാണിച്ചതിൻ്റെ, ഞാൻ കള്ളത്തരത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ഞാൻ കള്ളത്തരം അങ്ങനെ കാണിച്ചു. എന്നോട് കാണിച്ച തിരിച്ചതുപോലെ തന്നെ. ഞാൻ ഉന്നോട് എന്താ പറഞ്ഞ, ആറ് കടന്നു പോകാനായിട്ട് എല്ലാ കടലാസും രേഖകളും ഞാൻ അധികം വൈകാതെ കണ്ട് തരും. അതുപ്രകാരം തന്നെ അധികം വൈകാതെ കണ്ടു കൊടുത്തു. ആ രേഖ എൻ്റെ തിരുമുമ്പിൽ നിന്ന് കാണിച്ചേക്കാൻ പറഞ്ഞു. എന്നോടൊരു യാത്ര പറഞ്ഞിറങ്ങിക്കോളാൻ പറഞ്ഞു. അത് ചെയ്തില്ല. എന്നിട്ട് ഉണ്ണി അവിടെ പോയിട്ട് ഉണ്ണിനെപ്പോഴും ഞാൻ വലയിച്ചില്ല, ആ മണ്ണിലെ പിടിച്ചു നിർത്തിയില്ല. അധികാരികളെ ആ അഴിക്കുള്ളിലാക്കിയില്ല, തിരിച്ച് ഞാൻ കൊണ്ടുവന്നു. ഇപ്പോഴും ഞാൻ എന്താ പറഞ്ഞു, ഉണ്ണിറങ്ങിക്കോ, അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം, ഉണ്ണിറങ്ങിക്കോ. ഒക്കോ സമയം നല്ലതാ. കർമ്മലാകണ്ട് എല്ലാവരും വരും. ഞാനെന്താ പറഞ്ഞു, കർമ്മത്തിന്റെ കാര്യം തരപ്പെടുത്തി ഞാൻ തരാം, അത് വേഗായിക്കോ. അതിന്റെ പിന്നാലെ മംഗല്യ കാര്യം വരുന്നു പറഞ്ഞു. ഇത് രണ്ടും ഞാൻ തന്നെയാ.
പ്രവർത്തിച്ച് അതിന്റെ മുന്നിൽ നിൽക്കണം. ഉണ്ണി പിന്നാക്കം നിന്ന് ഞാൻ എന്താ ചെയ്യാ? ആവശ്യക്കാരൻ ഉണ്ണിയല്ലേ? മറ്റേ ആളെ വിളിച്ചിട്ട് വെച്ചിട്ട് ഇനി എന്താ വേണ്ടേ? ഞാൻ തന്നേക്കാം. ഉണ്ണിസന്താനത്തിന്റെ സമയമായിട്ടുണ്ട്. ഞാൻ അവരാവശ്യപ്പെടുന്നു. നക്ഷത്ര സംബന്ധമായിട്ട് വ്യാഴം പ്രസാദിച്ച് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. ഉന്നോട് പൊക്കോളാൻ പറയാ. 2 നേരം എന്നെ ദീപം തെളിയിച്ച് 2 നേരം എനിക്ക് വേണ്ടിയിട്ട് ആയത് പ്രകാരം ഞാൻ തന്ന എൻ്റെ മൂലങ്ങളും മന്ത്രങ്ങളും എൻ്റെ ചടങ്ങ് ചക്രങ്ങളൊക്കെ എഴുതി എൻ്റെ പോലത്തെ ഉണ്ണിസന്താനം കയ്യിൽ കൊണ്ടിടുന്നേക്കാം. എന്നിട്ട് പറഞ്ഞേക്കാം, മായക്കാരാ, ഞാൻ എൻ്റെ ഭവനം വിട്ടിറങ്ങി എനിക്ക് എൻ്റെ വില്ലും പേരും അതിൻ്റെ വല്ലിപ്പും എൻ്റെ വെറ്റുമാറലും വിലമാറലും കൊടുക്കലും വാങ്ങലൊക്കെ യാതൊരു കുറവുകളും കൂടാതെ കൊണ്ട് മായക്കാരൻ കാത്തു പരിപാലിച്ച് എന്നെ കാത്തേക്കണം, എൻ്റെ ഇല്ലം കാത്തേക്കണം, എൻ്റെ ഭവനത്തിലുള്ള യാതൊരു ആപത്തും കൂടാതെ കണ്ട് എന്നെയും കാത്ത് പരിപാലിച്ച് നിലനിന്നുകൊള്ളേക്കാം. അങ്ങനെ പറഞ്ഞേക്കണം. ഉണ്ണിയുടെ നക്ഷത്രം എന്ന് പറഞ്ഞു. ആരാ ഭവനത്തിൽ ദീപം തെളിയിക്കാൻ? അല്ല, ഉണ്ണില്ലാത്തപ്പോ ഈ ഉണ്ണി തെളിയിക്കും. ഭവനത്തിന്റെ പരിരക്ഷ ഈ ഉണ്ണിയല്ലേ? അപ്പൊ ഉണ്ണിയുടെ പേരിൽ തന്നേക്കാം. ഉത്തരം നക്ഷത്രം അല്ലേ? നാമോദയം പറയുന്നേ. നാലാക്കി മുടക്കി കൊണ്ടുവന്നേക്കണം കേട്ടോ. നിലത്ത് വീഴരുത്, ഒരു ഉണ്ണിനെയും കാണിച്ചു കൊടുക്കരുത്.
ആ 4 ഉണ്ണിയുള്ള പേരെഴുതി വാങ്ങിച്ച ഈ ഉണ്ണിയുടെ പേരെഴുതി വെച്ച് 5 കർമ്മം പ്രവർത്തിച്ചു. ആ കർമ്മം കിട്ടിക്കഴിഞ്ഞാൽ ആ ഉണ്ണിക്ക് നടന്നു പോകാനും വാഹനം പോകാനുള്ള വഴി തന്നു കഴിഞ്ഞാൽ എനിക്കെന്താ തരാമെന്ന് ചോദിച്ചു. നമ്മുടെ കാര്യം നടത്തി തന്നാലേ നാമൂലിന്റെ കൂടെ സംബന്ധിച്ചു 4 ഉണ്ണി ഈ ഉണ്ണിയുടെ പേരിലൂടെ അപ്പൊ 5 ആയില്ലേ? ആ ആവശ്യം പറയാ. അതായത് ഇന്ന ഉണ്ണികളൊക്കെ പാടുകൂടിയിട്ട് അവരുടെ മണ്ണ് തന്നാലേ എനിക്ക് എൻ്റെ മണ്ണിലേക്ക് നടക്കാനും വാഹനം കൊണ്ടുപോകാനുള്ള വഴി ഉണ്ടാവുള്ളൂ. അവരെല്ലാവരും സമ്മതം മൂടിയിട്ടുണ്ട്. ഇപ്പൊ ചില ഉണ്ണികള് ഒന്ന് പിന്നാക്കം ചവിട്ടണം. അതൊക്കെ മാറ്റി ഇന്ന ദിവസത്തിൽ അവർക്ക് കൊടുക്കേണ്ട വെള്ളി കൊടുത്ത് അവരുടെ മണ്ണ് എനിക്ക് പതിച്ച് ഒപ്പുവെച്ച് അധികാരിയുള്ളതിന് മുമ്പിൽ പത്രമാക്കി തരണമെന്ന് പറയാം. പത്രമാക്കി തന്നാൽ എനിക്കെന്ത് തരുമെന്ന് ചോദിച്ചു. 25 കൂടാകണ്ട് എനിക്കെന്ത് തരുമെന്ന് ചോദിച്ചു. നിങ്ങളുടെ കാര്യം നടത്തി തന്നാൽ അതൊക്കെ ഞാൻ എന്താ പറയുക, ഇത് കിട്ടിയാലല്ല എല്ലാം നടക്കുള്ളൂ. ഇത് കിട്ടിയില്ലെങ്കിൽ ഒന്നും നടക്കില്ല. നടക്കൂ. അപ്പൊ അത് കിട്ടേണ്ട കാര്യം ഞാൻ പറഞ്ഞു. കിട്ടിയില്ലെങ്കിൽ ഉണ്ണി അവിടെ നിന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കെന്താ കുഴപ്പം? ഇത് കിട്ടിയാലാ ഉണ്ണിക്ക് ഓരോരോ കാര്യങ്ങളും പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ള. മനസ്സിലായി? അത് അധികാരികളുടെ ആസ്ഥാനത്ത് വെക്കണം. അത് കൂടാണ്ട് അതിന് വെള്ളി അപേക്ഷിക്കണം. ഭവനത്തിന്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കണം. ഇതൊക്കെ പടിപടിയായിട്ട് പോകണമെങ്കിൽ ഈ ആദ്യത്തെ പാത വെട്ടി ഞാൻ തുറന്നു കൊടുക്കണം. അപ്പൊ അതിന് കാര്യം പ്രവർത്തിക്കാൻ പറയും. ഇതൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ ആ വീതം ചോദിക്കണല്ലോ. പിന്നെ ഇതിന്റെ ആദ്യത്തെ കണക്ക് തീർക്കാൻ പറയും. ഇതിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ വെച്ചാൽ ഇത് കണക്ക് വേറെ ഏട്ടാ. ഏത് ഇത് 5 കർമ്മം പ്രവർത്തിക്കണം. അതായത് 4 ഉണ്ണികളും ഉണ്ണി. മനസ്സിലായില്ലേ? ഇത് പ്രവർത്തിച്ചാലേ എനിക്ക് അതിന്റെ വെള്ളി വേണ്ടു. മനസ്സിലായില്ലേ? ഇത് പ്രവർത്തിച്ച് ഉണ്ണിക്ക് അധികാരപത്രം കിട്ടിയാലേ ഈ 5 വെള്ളി വേണ്ടു. അതിനു മുമ്പ് ഈ കർമ്മം പ്രവർത്തിക്കണം. അതായത് ഈ 4 ഉണ്ണികളെ ഞാൻ വശത്താക്കി കൊടുക്കണം. അതിലൊരു ഉണ്ണി ഇത്തിരി പിന്നാക്കാം. മനസ്സിലായില്ലേ? ഈ ഉണ്ണിയുള്ള മണ്ണല്ല ഉണ്ണി വിലയ്ക്ക് വാങ്ങുന്നേ അല്ലേ? അവര് സമ്മതിക്കണ്ടേ? അപ്പൊ ഉണ്ണി പറഞ്ഞു കർമ്മം പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നാളെ പൂജ പറഞ്ഞിട്ടുണ്ട് 25 പൂജ. അതായത് എല്ലാവർക്കും പൂജ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ 4 ഉണ്ണികളും ഉണ്ണിയും അങ്ങനെയാണ്. മൊത്തം 5 കണക്ക്. അപ്പൊ ഒരു ഉണ്ണിക്ക് 5 കർമ്മം വീതം. അപ്പൊ 25 കർമ്മം. അതാണ്. അപ്പൊ ആ ഉണ്ണികളൊക്കെ പേരെഴുതി കൊടുത്ത് അവരുടെ കഞ്ഞി ഇത്ര പിടി മണ്ണ് ഞാൻ വാങ്ങുന്നുണ്ട്. അവര് സമ്മതിക്കണം. ഒരു പിടിക്ക് ഇത്ര വെള്ളി വെച്ചിട്ട് ഞാൻ കൊടുക്കണേന്നും പറഞ്ഞു കാണിട്ട് ഉണ്ണി കാര്യം പറഞ്ഞു. അത് ചെയ്യോ? അത് ചെയ്യോ? ഇപ്പൊ കുറച്ച് ചെയ്യോ? ഇപ്പൊന്ന് കുറച്ച് ചെയ്യുമെന്ന് ചോദിച്ചു. എന്നാലേ നാളെയല്ല കാര്യം. ഉണ്ണി ആ പടിവാതിക്ക് വന്നു നിന്നിട്ടല്ല എൻ്റെ അടുത്ത് വന്ന് നിൽക്കണേ. അപ്പൊ ഇപ്പം കുറച്ച് ചെയ്യുന്നു. മീതി അധികാരപത്രം കിട്ടിക്കഴിഞ്ഞാൽ തരണം. ഇതിന്റെ കണക്ക് മീതി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് മതി. പിന്നെ എനിക്ക് വെള്ളി തന്നിനും കുഴപ്പമില്ല. എൻ്റെ ആവശ്യം എന്നോട് പറഞ്ഞത് ആ ആവശ്യം നടത്തി കൊടുത്തു. അപ്പൊ എൻ്റെ ആവശ്യത്തിന് ഞാൻ ഇറങ്ങി കളിച്ചതിന്റെ കൂലി എനിക്ക് തന്നാൽ മതി. അപ്പൊ അപ്പൊ ആ ഉണ്ണിസന്താനം നിനക്ക് തരേണ്ടതായ മണ്ണ് ഓരോരുത്തരും ഇത്ര പിടി മണ്ണ് തരണം. അവരുടെ കയ്യിൽ നിന്ന് ഒരു പിടിക്ക് ഇത്ര വെള്ളി വെച്ച് വാങ്ങണം. ഓരോരോ ഉണ്ണികളുടെ നാമോദയം, അവരുടെ 4-ാം മേടത്തിന്റെ നാമോദയം, ദേശമൊക്കെ എഴുതി കൊടുത്തു. അതുപോലെ തന്നെ നിന്റെ നാമോദയം, നിന്റെ നക്ഷത്രം, നിന്റെ ദേശം. ഉണ്ണിയുടെ നക്ഷത്രം എന്ന് പറഞ്ഞു അപ്പൊ എഴുതി കൊടുത്തു. അത്ര കടലാസുണ്ടിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഞാനൊരു സംഭവം തരാം. അത് അവിടെ കൊണ്ടുവന്നിട്ട് അപ്പൊ കർമ്മത്തിലുള്ള കുറച്ച് വെള്ളി കൊടുത്തിട്ട് അവരുടെ പേരെഴുതി കടലാസുണ്ടിൽ കൊണ്ടുപോകാൻ ഞാൻ വഴി ഉണ്ടാക്കി തരാം. ഇറങ്ങി ഇറങ്ങി
10 മടങ്ങ് മാറ്റം വന്നിട്ടുണ്ട്. അത്രയല്ലേ വേണ്ടു. ഇത് തിരത്തോട്ട് പാദം വരെ ഒഴിഞ്ഞു ഞാൻ അവിടെ ഇട്ടോളം പറയും. 5 വലത്ത് വെച്ചിട്ട് 5 വലത്ത് എൻ്റെ ആലയം 5 വലത്ത് വെച്ചുമായക്കാരാ നിന്റെ ആലയത്തിൽ വന്ന് എൻ്റെ വേവലാദികളൊക്കെ, എൻ്റെ ശരീര സംബന്ധമായിട്ടുള്ള വേവലാദികളൊക്കെ നിന്റെ ആലയത്തിൻ്റെ ഓരോ അങ്കുലത്തിലും ഞാൻ സമർപ്പിച്ചു പോണു. എൻ്റെ ശരീര സംബന്ധമായുള്ള സകല വേവലാദികളും നിന്റെ ആലയത്തിനും ഞാൻ സമർപ്പിച്ചു പോണു പറഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ കുത്തികൽപ്പത്തിൽ ആ പുഷ്പം സമർപ്പിച്ചു, സങ്കല്പിച്ചു, ഇറങ്ങിക്കോണ്ടി ഞാൻ നോക്കിക്കോളാം. എന്താ ആ 5 വട്ടം ആലയം പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് പറയേണ്ടത് എൻ്റെ ശരീരത്തിന്റെ ഓരോ അങ്കുലത്തിലുള്ള വേവലാദികളൊക്കെ നിന്റെ ഈ ആലയത്തിന് ഓരോ അങ്കുലത്തിലും ഞാൻ സമർപ്പിക്കണു, നിന്നിൽ സമർപ്പിക്കണു. എന്നെ കാത്തേക്കണം, എൻ്റെ ശരീരം കാത്തേക്കണം, ശരീരത്തിന് വേവലാതില്ലാക്കണ്ട നീ നോക്കിക്കൊള്ളാം എന്നും പറഞ്ഞ് അവിടെ ഒഴിഞ്ഞിട്ടിട്ട് നീ ഇറങ്ങിക്കൊള്ളാൻ കേട്ടാ. പ്രണവല്ലേ? സമയം നല്ലതാണ്, നീ ഇറങ്ങിക്കോ. നിന്റെ കുട്ടിക്കളി ഒന്ന് മാറ്റാൻ ഞാൻ വന്ന കാലം തൊട്ട് ഈ നേരം വരെ പറയുന്നുണ്ട്. ഇതാ അല്ല പറഞ്ഞതാ, പണ്ടത്തിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു, നീ വന്ന കാലം തൊട്ട് നിന്റെ കുട്ടിക്കളി വിട്ടിട്ടില്ല. ആ കുട്ടിക്കളി നിന്ന് കളയാനാ പറഞ്ഞിട്ടുണ്ട്. ഇതാ കല്യാണത്തിന്റെ 20 ദിവസം മാതാവും വരാൻ പോണ ഭക്തി പറഞ്ഞാലേ കേൾക്കുള്ളൂ. ജന്മം നൽകിയ പിതാവ് പറഞ്ഞാൽ കേൾക്കില്ല. ഇതെല്ലാം പറഞ്ഞോളൂ, അതിന്റെ അപ്പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ണിപ്പോക്കോ ഞാൻ പറഞ്ഞിട്ട് ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപടിയായിട്ട് എൻ്റെ ഇല്ലത്ത് വരുള്ളൂ എന്ന് പറഞ്ഞിറങ്ങിക്കോളാൻ. ഞാൻ എന്തെങ്കിലും കാര്യം കാണാണ്ട് ഉണ്ണേ, അത് ഉണ്ണിക്ക് അനുഭവമുണ്ട്. ഉണ്ണിയുടെ കൂടെ വന്ന ആ ഉണ്ണിക്ക് എത്ര ദിനത്തിനാ വെള്ളി ഞാൻ തരപ്പെടുത്തി കൊടുത്തെന്നും എന്ത് രേഖ കിട്ടാത്ത രേഖ ഞാൻ തരപ്പെടുത്തി കൊടുത്തും അധികാരികൾ ഒപ്പുവെച്ച് വാങ്ങുന്നതും എവിടെ പോയാലും ആ രേഖ ഏത് ഉപകരണത്തിലിട്ടാലും അത് രണ്ടാമത് വെട്ടിപ്പണതെന്ന് തോന്നില്ല. അത് ഉണ്ണിക്ക് നല്ല അനുഭവം ഉണ്ടില്ലേ? ആ ഉണ്ണിപ്പോ ആറ് കടന്നു പോയില്ലേ? അത് ഉണ്ണി സന്താനത്തിന് അങ്ങനെ മനസ്സിൽ ചിന്ത വരണം. അതൊരു പിതാവിന്റെ ചിന്തയാ. അതിന് ഞാൻ തെറ്റ് പറഞ്ഞില്ല. ഉണ്ണി നീ പൊക്കോ, ഞാനുണ്ട്. ഉണ്ണി എൻ്റെ പടിവാതിക്കൽ നിന്ന് കാണിട്ട് പറഞ്ഞു, കുറച്ചിറങ്ങി നിന്നിട്ട് പറഞ്ഞു, എൻ്റെ ആ ദീപം തരുന്ന ആലയത്തിന്റെ ആ ദീപസ്തംഭത്തിന്റെ പിന്നിൽ നിന്ന് കാണിട്ട് 5 വലത്ത് വെച്ചിട്ട് അവിടെ നിന്നിട്ട് പറഞ്ഞു, ഇനി ഇതിനൊരു ശിക്ഷയായിട്ട് ഞാൻ വരുള്ളൂ നിന്റെ ഇല്ലം മനക്കോലായി. കാര്യങ്ങളൊക്കെ ഞാൻ അധികാരിയോട് പറഞ്ഞേക്കും. നിന്നെ കാണാനും ഇനി വരണമെങ്കിൽ നീ ഇതിന് തീർപ്പുണ്ടാക്കി തരണമെന്നും പറഞ്ഞ് കട്ടായം പറഞ്ഞിറങ്ങിക്കും. ഞാനല്ലേ പറഞ്ഞു. അതങ്ങനെ പറഞ്ഞു. എന്തിനാ?
ഒരു 4 നാണയം എടുക്കുന്നതിന് ഓരോരോ പേര് പറഞ്ഞു. ഞാൻ തരുന്ന വസ്തു അവരുടെ ഭവനത്തിൽ ഇട്ടേക്കോ, മണ്ണിലിട്ടേക്കോ. നിനക്ക് വാങ്ങുന്ന എരിത്തല്ലേ ഈ മണ്ണ്, അവിടെ ഇട്ടാ മതി. ആദ്യത്തുണ്ടിയുടെ നാമോദയം പറയുന്നു. ഇതൊന്ന് വേറെ വേറെ പൊതിഞ്ഞു കൊടുക്കുന്നു. ഒരു പേര് എഴുതി കൊടുത്തങ്ങനെ തെറ്റരുത്. മാമ്പിള്ളി അല്ലേ? ഉണ്ണിയുടെ നാമോദയം പറയും. എത്ര പിടി മണ്ണ ഈ ഉണ്ണിയുടെ കയ്യിൽ നിന്ന് വേണ്ട? ഉണ്ണിക്ക് അല്ല, ഞാൻ ചോദിച്ചേ എന്തോരം വേണമെന്ന് ചോദിച്ചേ. എല്ലാവരുടെ കയ്യിൽ നിന്നും മൊത്തമായിട്ട് 1.5 വീതം കിട്ടിയാൽ പോരെ? അങ്ങനെയല്ല, അവരെല്ലാവരും കൂടി വാങ്ങിച്ച സ്ഥലം എൻ്റെ പെങ്ങളാണ് എനിക്ക് 1.5 സെന്റ് തരുന്നത്. അപ്പോൾ ആ മറ്റേ വഴിയെ കൂടി വഴിയാവകാശം വെക്കാൻ വേണ്ടിയില്ല രജിസ്റ്റർ. നിങ്ങളുടെ പേരെന്താണ്? അതാദ്യത്തെ കാണുന്ന വഴിയിലിട്ടോട്ടാ. നീ പറഞ്ഞ ഓരോരോ പേര് തെറ്റരുതെന്ന് പറഞ്ഞു. എന്തിനാണെന്നറിയോ? അവര് വാക്ക് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാ. അത് വന്ന് പേര് എഴുതിക്കോട്ടെ. ഉണ്ണി എത്രയും പെട്ടെന്ന് ബാക്കി പൂജ്യം കൂടി നമുക്ക് തീർക്കാം. സത്യേന്ദ്രബാബു മണ്ണെഴുതി ഒപ്പ് വെച്ചാൽ എൻ്റെ മീതി കർമ്മം തീർത്തരണം. കാരണം മണ്ണേ, അതായത് ഈ വഴി നിങ്ങൾക്ക് രജിസ്റ്ററാക്കി തന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഉടനെ ബാക്കി പൈസ അടക്കും. അത് വീടായി മീതി 5 പറഞ്ഞ വെള്ളി ഉണ്ണി എല്ലാം കഴിഞ്ഞിട്ട് തന്നാൽ മതി. ഇതിന്റെ കണക്ക് തീർത്താക്കണം. നീ ഞാനൊരു ഉണ്ണികൾക്കും ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതല്ല. നീ നിന്റെ അവസ്ഥാന്തരൂപങ്ങൾ ഒരു നടവഴിക്ക് വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടപ്പോ എൻ്റെ പോത്തിന് പോകാനുള്ള ഒരു വഴി വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ നിന്നോട് തന്നതാ. മനസ്സിലാവണ്ട? അതെ. അപ്പോൾ ഈ രജിസ്ട്രാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി ബാക്കി പൈസ 26 പറഞ്ഞാണ് അതിൽ തൊട്ടടക്കുന്ന ബാക്കി പൈസ ഒരു രജിസ്ട്രാക്കി കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവരണം. ഇത് ഇതുവരെ കാര്യങ്ങൾ തടസ്സം തീർന്ന ഞാൻ ചോദിച്ചതിന് ഉത്തരത്തിലേക്ക് വന്നില്ല. നീ മേലാധികാരികളൊക്കെ വന്ന് കാണിച്ച് അളവ് തിട്ടപ്പെടുത്തിയപ്പോ നിന്റെ പത്രത്തിലുള്ള പോലെ ഉണ്ടോന്ന് ചോദിച്ചുള്ളൂ. അതിന് ചില അവർ ഇട്ടുണ്ട് നമ്മുടെ ക്ലാവ് തൊഴാൻ പറഞ്ഞായിരുന്നു. അപ്പം അതിന് നമ്മൾക്കൊന്നും പെടുത്താൻ പറ്റിയിട്ടില്ല. അതിപ്പോഴും നമ്മുടെ സർവേയിൽ തന്നെ കിടക്കണം. സ്ഥലം നമ്മുടെ സർവേയിൽ സർവേയിലൊക്കെ നമ്മുടെ അതെന്നെ ചോദിച്ചുള്ളൂ. നിന്റെ ആ കടലാസ് പത്രത്തിൽ നീ പറഞ്ഞ വസ്തുക്കളൊക്കെ ഉണ്ടോന്ന് ചോദിച്ചുള്ളൂ. ഇത് മൊത്തം നമ്മുടെ മുന്നിൽ തന്നെ കിടക്കുന്നത്. പക്ഷെ അത് നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേനും നമ്മൾ വിസിആറിൻ്റെ കോപ്പി തന്നില്ല. അപ്പം പുള്ളി മറ്റേയാൾക്ക് സൈഡിൽ നിൽക്കണ കാരണം കോപ്പി തന്നില്ല, എനിക്ക് എഴുതി തന്നു. അപ്പം വക്കീലിൻ്റെ അടുത്ത് ഞാൻ പോയപ്പോഴത്തേക്കും വക്കീൽ പറഞ്ഞു ഇതല്ല വേണ്ട, ഇതിൻ്റെ കോപ്പിയാണ് വേണ്ട, ആ കോപ്പി എന്താ തരാതെ. ആ കറുത്ത വസ്ത്രക്കാരൻ വിചാരിച്ചാൽ നടക്കും.
മനസ്സിലായില്ല? വാക്കുവാദമുള്ള മണ്ണാന്ന് പറഞ്ഞാൽ അതിന്റെ അധികാരികൾ എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുത്തേക്കണം. മനസ്സിലായില്ല? ഇത് വാക്ക് തർക്കത്തിൽ നിൽക്കുന്ന മണ്ണാ എന്ന് പറഞ്ഞാലേ അതിന്റെ ശരിയായുള്ള രേഖകൾ വിട്ടുകൊടുത്തേക്കണം. അങ്ങനെ നീ ഇപ്പൊക്കെ ഞാൻ തീർപ്പുണ്ടാക്കി തരാം. ആ സ്ഥലം കൊണ്ട് ഉൾപ്പെടുത്തി പട്ടയത്തിൽ വെക്കാനാ പറഞ്ഞു. ആ സ്ഥലം കൊണ്ട് ഉൾപ്പെടുത്തി പട്ടയത്തിൽ നമുക്ക് അപേക്ഷ വയ്ക്കാം അങ്ങനെ പറഞ്ഞു. നിന്റെ കറുത്ത പത്രക്കാരന്റെ പേര് എഴുതി തരാനാ പറഞ്ഞ. എതിരാളിയുള്ള കറുത്ത പത്രക്കാരന്റെ അല്ല. നിങ്ങൾക്ക് നമുക്കിത് എഴുതി നമുക്കിത് എടുക്കാം. അങ്ങനെ എഴുതി വെക്കാന്ന് അപേക്ഷ വെക്കാന്ന് പറഞ്ഞു. അപേക്ഷ വെച്ചിട്ട് അതിപ്പോൾ താലൂക്കിനും ജില്ലയിലുമായിട്ട് വരില്ല, അപ്പം അടക്കാൻ വരില്ല. അപ്പൊ ആ രീതിക്ക് നമുക്ക് നോക്കാനാ പറഞ്ഞത്. നിനക്ക് നിന്റേതായ ഒരു കറുത്ത പത്രക്കാരനുണ്ടാ? അങ്ങനെ ഏർപ്പെടുത്തിയിട്ടുണ്ടാ ഈ കാര്യം? അങ്ങനെ വേണ്ടേ? അതല്ല ശരി. നീ വാക്കുവാദത്തിന് പോകുമ്പോ നിനക്ക് നിന്റെ കാര്യം പറയാൻ ഒരാള് വേണ്ടേ? അല്ല, നമ്മൾ മറ്റേ കേസിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതുമായിട്ട് സ്ഥലത്തിന്റെ കാര്യത്തിനല്ല സാറേ. അത് പിന്നെ എന്തിനാ? അത് നമ്മുടെ കേസ് നമ്മൾ അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ വന്ന അത്രയും പ്രശ്നങ്ങളൊക്കെ ചെയ്തില്ല. ഇപ്പൊ ഇത് തീർപ്പുണ്ടാക്കാൻ വേണ്ടി ഇതിന്റെ മണ്ണിന്റെ കുറിച്ചുള്ള കാര്യങ്ങൾക്കല്ലേ അതും വന്നത്. ആ കേസ് വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കോടതിയിൽ നടന്നിട്ടില്ലല്ലോ. അയാളെ മാത്രമേ 2 പ്രാവശ്യം വിളിച്ചിട്ടുള്ളൂ, നമ്മളെ വിളിച്ചിട്ടില്ല. അത് വേണ്ട. നീ ഈ കാര്യം കൂടി എഴുതി കൊടുത്ത നീ ഏതോ ഒരു കറുത്ത പത്രക്കാരനെ പോയി കണ്ടു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ കൊണ്ട് കാര്യം പ്രവർത്തിപ്പിക്കും. നമ്മളെ അപേക്ഷ വെച്ചിട്ടെ അതല്ല ഞാൻ നിന്നോട് പറഞ്ഞു. അതായത് നിന്റെ കടലാസ് പത്രത്തിൽ മുൻകാലത്ത് നിനക്ക് എത്ര പിടി മണ്ണുണ്ടോ, അത് ആർക്കൊക്കെ വിറ്റ് വിലമാരുണ്ട്, ഇതൊക്കെ എന്റെ രേഖാമൂലം ആ അധികാരി പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കേണ്ടി വരും ഈ അധികാരിക്ക്. മനസ്സിലായില്ല? ഇങ്ങനെ വാക്കുവാദം നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്തു കൊടുക്കേണ്ടി വരും. അപ്പൊ നീ വാക്കുവാദത്തിന് കൊടുത്തോ ഞാൻ വഴി ഉണ്ടാക്കി തരാം. അതിനാണ് വീട്ടിൽ കയറി അയാൾ തന്നെ കുട്ടികൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവർ നമ്മുടെ വീട്ടിലുള്ളവരും കിട്ടാം. പുറത്തുനിന്ന് ഒരാൾ നമ്മളെല്ലാം വീട്ടിൽ ചെയ്തിരിക്കുന്ന ശരിയല്ലല്ലോ. അതാരും ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല. അത് ഞാൻ സമ്മതിച്ചു. അത് ശരി, അത് അവിടെ നടക്കട്ടെ. ഇത് ഉണ്ണിക്ക് മണ്ണ് ഉണ്ണിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ മണ്ണ് കിട്ടണം, ഇല്ലെങ്കിൽ ആ വഴിക്കിപ്പോ ഉണ്ടാകുന്നു. നമ്മൾ 2 കേസ് കൊടുത്തിട്ടുണ്ട്. മറ്റേ ഇതിന്റെ തന്നെ കല്ലിന്റെ തന്നെ നമ്മൾ 2 കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സ്ഥലത്തിന്റെ കൊടുക്കണം. അത് കൊടുത്താലല്ലേ നിനക്ക് മണ്ണ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവര് വെട്ടിപ്പിടിച്ചൊക്കെ നിനക്ക് കിട്ടും. നിന്റെ രേഖയിലുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ? അതായത് താങ്കളാണ് നല്ലൊരു വസ്തുവിനെ നല്ല കേസ് കൊടുത്ത് കാര്യങ്ങൾ നീക്കുക. സാമ്യൻ്റെ കൂടെ നിൽക്കണം പറഞ്ഞു. അല്ലെങ്കിൽ ഒരു നിയമപ്രകാരത്തിൽ നിനക്ക് നിയമപ്രകാരം എത്ര പിടി മണ്ണുണ്ട്? ഇപ്പൊ എത്ര ഉണ്ട് അതില്? അതില് ശരിക്കും നമ്മൾ 17 സെന്റ് ഉണ്ടാവേണ്ടതാണ്. കാരണം വെച്ചാൽ അതുകൊണ്ടാണല്ലോ അയാൾ ഈ സ്ഥലത്തേക്ക് കടന്നിട്ടാണല്ലോ വഴിയിലേക്ക് പോകുന്നത്. അതായത് വണ്ടി കിട്ടാം. വണ്ടി എടുത്തിട്ടില്ല, അത് നമ്മൾ അറിയില്ല. നമ്മൾ ഇവിടെ സ്ഥലത്തേക്ക് വന്നേക്ക് മുന്നേ തന്നെ അത് എടുത്തു. നമ്മൾ ഈ ആധാരവും പട്ടയം ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് തന്ന സ്ഥലം അവർ എടുത്തു. ഇപ്പൊ നിന്റെ ഞാൻ ചോദിക്കുന്നത് മനസ്സിലായോ നിനക്ക്? നിന്റെ കടലാസുണ്ടിൽ എത്ര പിടി മണ്ണ് നിനക്ക് ഇപ്പൊ ഉണ്ട്? അതിപ്പോ ഉണ്ടാ? അപ്പൊ പിന്നെന്തിനാ അതിന് പോണ? പിന്നെന്താ പ്രശ്നം? നമ്മുടെ സ്ഥലത്തേക്ക് നമ്മുടെ സ്ഥലത്തേക്കൂടെ തന്നെ നടന്നിട്ടാണ് മറ്റേ വഴിയിലേക്ക് കിടക്കുന്നത്. അതാ ഞാൻ പറഞ്ഞല്ലോ, ഒരു അധികാരികളെ ഇതിൽ കടലാസ് പത്രം കൊടുക്കാൻ. എന്റെ മണ്ണിൽ കൂടെ അവർക്ക് നടവഴിയില്ല, നടന്നു പോകാൻ സമ്മതിക്കില്ല. ഇത്ര വേണ്ടു, ഇത്ര വേണ്ടോന്ന് അത് നീ കൊടുക്കും. മുൻകാലത്ത് കടലാസുപത്രത്തിൽ അവിടെ ആ വഴിക്ക് നടക്കാൻ അധികാരം ഒന്നുണ്ടെങ്കിൽ നീ എവിടെ കൊടുത്തിട്ടും കാര്യമില്ല. ഞാൻ വേറെ വഴിയുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മുൻകാലത്ത് നിന്റെ പിതാവ് അങ്ങനും ഇതിൽ നടന്നു പോകാൻ അവകാശം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണി എഴുതി വെച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് അവസാനത്തെ കടലാസ് പത്രം എടുത്താലേ കാണാൻ പറ്റില്ല, ആദ്യത്തെ പത്രത്തിലൊന്നും കാണില്ല. അതാണ് ഞാൻ പറഞ്ഞ. അതെടുത്തു കഴിഞ്ഞാൽ ഇതിലെ മുൻകാലത്ത് നടന്നുകൊള്ളാം, ഞങ്ങൾക്കും ഈ ഭവനത്തിൽ തങ്ങിപ്പാർക്കുന്ന ഏതൊരു കുഞ്ഞു കാലം ഉണ്ണികൾക്കും ഇനിയുള്ള കാലം നടന്നു പോവാൻ അവകാശം എഴുതി കുറിച്ച് വെച്ചാലേ നീ എവിടെ പോയിട്ടും കാര്യമില്ല. അങ്ങനെ
തന്നെ ഞാനും പറഞ്ഞുള്ളൂ. അപ്പൊ അധികാരം കിട്ടാൻ എന്താ ബുദ്ധിമുട്ടെന്നാ ചോദിച്ചേ. അതായത് ഇതിന്റെ താഴെ തട്ടുള്ള അധികാരപത്രം കിട്ടണം. അധികാരികൾ തന്നതല്ലേ, അപ്പൊ അതില് കള്ളത്തരം ഉണ്ടാവില്ലല്ലോ. ഇതിനകത്ത് കടക്കറില്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ കടക്കാൻ പറ്റാത്ത നിയമപ്രകാരം കടക്കാൻ പറ്റണില്ല. അപ്പൊ ഞങ്ങളോട് എന്നിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞേക്കണം ഞങ്ങളിത് ചെക്ക് എടുക്കാൻ പറയാം. അപ്പൊ ഈ അളവിന് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് അവന് പോകാനുള്ള സ്ഥലം അതിനകത്ത് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല അതിന്. കാരണം ഞങ്ങൾ പോവാത്തതെന്ന് വെച്ചാൽ ഞങ്ങളോട് പിന്നെ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പോലീസ് ചെക്ക് ഉണ്ടായാലാണ് കോടതിയിൽ കാര്യങ്ങൾ നടക്കുള്ളൂ. അത് നടക്കാനുള്ള വഴി ഉണ്ടെന്നുള്ളത് അധികാരപ്പെടുത്തുന്നതിന് ഞങ്ങൾ ചെക്ക് എടുക്കണമെന്ന്. ഞങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവനെ അറിയാല ഞങ്ങൾ ഇതിന്റെ അളവ് തിരിക്കാനുള്ള വെച്ചേക്കണം. ഒന്ന് എന്താ പറയണെന്ന് വല്ല വിഷയണ്ടാ? അത് തന്നെ ചോദ്യം. ഞാനെന്താ ചോദിച്ചേ, നിന്റെ അധികാരപത്രത്തില് മുൻകാലത്ത് അധികാരികൾ കൊടുത്ത ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് കണക്കെനിക്കില്ല. മുൻകാലത്ത് അവർക്ക് കടന്നു പോവാൻ അവകാശം വെച്ചിട്ടുണ്ടെങ്കിൽ കടന്നു പോവന്നെ വേണം. നീ എന്തൊക്കെ പറഞ്ഞാലും നടക്കില്ല. നീ കൊടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി വെച്ചിട്ടില്ല? എന്തെങ്കിലും അധികാരമില്ലാണ്ട് ആ ഉണ്ണി കടന്നു പോവോ? ആ ഉണ്ണിയുടെ കയ്യിൽ എന്തെങ്കിലും രേഖയില്ലാണ്ട് പോവോ? ഉണ്ണിയെ പോവോ? വെറുതെ പോരോ ഉണ്ണിയുടെ മണ്ണിൽ കൂടെ? ഉണ്ണി ഇത്രയും കുഴപ്പമുണ്ടാക്കിയിട്ട് ആ മണ്ണിൽ കൂടെ പോണെങ്കിൽ ആ ഉണ്ണിക്ക് അതിനുള്ള അധികാരം അങ്ങേരുടെ കയ്യിൽ കടലാസ് പത്രം കിട്ടണ്ടേ? എനിക്കിതിലല്ലെങ്കിൽ എൻ്റെ പിതാവിന്റെ കാലത്ത് കിട്ടിയിട്ടുള്ളതാ. നീ ആ കണക്ക് വിടും. വെള്ളി കൈവറ്റി പോയില്ല. അത് ഓരോ മണ്ണിനുള്ള ഒരു കടലാസ് പത്ര അക്കങ്ങളാണ്, മനസ്സിലാവണ്ട. ഞാൻ എന്താ പറഞ്ഞ 20-25 ആണ്ടക്കോൾക്ക് മുമ്പ് ഒരു പകർപ്പെടുത്താൽ അത് നിനക്ക് എടുക്കാൻ പറ്റും. ഇതിന്റെ അക്കം കാണിച്ചു കഴിഞ്ഞാൽ 20 വർഷക്കാലം മുമ്പുള്ള പകർപ്പ് തരാൻ പറയാം. ആ പകർപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എവിടുന്ന് കിട്ടുന്ന അത് അവിടുന്ന് കിട്ടില്ല. ഇത് എവിടുന്ന് എഴുതി കുറിച്ച് ഒപ്പുവെച്ച് അവിടുന്ന് കിട്ടുന്നു. അല്ല തന്നെ വില്ലേജ് ഓഫീസിൽ അവിടുന്ന് കിട്ടില്ല. ആ ഉണ്ണി പറഞ്ഞ സ്ഥലത്തുനിന്നാ കിട്ടുള്ളൂ, മനസ്സിലായ? അല്ലാണ്ട് അവിടുന്ന് കിട്ടില്ല. അവിടെ ഈ അപേക്ഷ വെച്ച വെള്ളി അടച്ചിട്ട് അത് ഇടിപ്പിക്കണം. 25 ആണ്ടക്കോൾക്ക് മുമ്പുള്ളതായ പകർപ്പ് തരാൻ പറഞ്ഞാൽ നിനക്ക് ഇങ്ങനെ ഒരു തർക്കമുണ്ട്. അപ്പൊ ഇതിന് മുൻകാലത്ത് ഇങ്ങനെ അത് 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 ആ അക്കം കാണിച്ചു കൊടുത്താൽ അവർക്ക് പറ്റും കണ്ടുപിടിക്കാൻ. ആ ഉണ്ണിയുടെ അക്കം ഏത് മുമ്പിലായിക്കോട്ടെ, അതൊന്നും നോക്കണ്ട, മനസ്സിലാവണ്ട. നീ അത് പ്രവർത്തിക്കുക. അല്ലാതെ കണ്ട് ഈ ഇതും പറഞ്ഞു നിൽക്കല്ലേ, മനസ്സിലായില്ല? നിന്റെ മേലിത് കൈവയ്ക്കാൻ നിന്റെ ഭവനത്തിൽ വന്ന് കലകുണ്ടാക്കി അതിന് ഞാൻ വഴി വേറുണ്ടാക്കിയാലും. ഞാൻ എന്താ പറഞ്ഞ്, നീ ഇരിക്കുന്ന മണ്ണ് ആ 10 പിടിയായാലും ശരി 15 പിടിയായാലും ശരി, അതിന്റെ പത്രമെല്ലാം ശരിയാണെങ്കിൽ നിനക്ക് മുന്നോട്ട് പോവാം. അല്ലേ മുൻകാലത്ത് അധികാരികൾ തന്ന് നിനക്ക് പതിച്ചെന്ന കണക്കൊന്നുമില്ല. അതിനു മുമ്പ് ആ മണ്ണിൽ കൂടി ഇന്ന ഉണ്ണികൾക്ക് നടന്നു പോവാൻ അവകാശം വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അതിലെ തന്നെ പോണ്ടി വരും. അതാ ഞാൻ ചോദിച്ച, ആ ഉണ്ണിക്ക് അങ്ങനെ എന്തെങ്കിലും ആ ഉണ്ണി പറയണമെങ്കിൽ ആ ഉണ്ണിയുടെ കയ്യിൽ അതിന്റെ കടലാസുണ്ടിന്റെ എന്തെങ്കിലും രേഖ ഇല്ലാണ്ട് പറയില്ല, മനസ്സിലായി? നീ അതൊന്നും അന്വേഷിക്കും. അത് ഈ പറഞ്ഞ സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ട് നീ ഒരു ആ ഉണ്ണിയുടെ കണക്കൊന്നും നോക്കണ്ട. നീ ഞാൻ പറഞ്ഞത് മനസ്സിലായ? ഇതിന്റെ അവസാനത്തെ ഒരു സ്ഥല ഈ പറഞ്ഞ സ്ഥലം. ഇപ്പൊ ആ ഉണ്ണി പറഞ്ഞ പേരില്ലേ, അതെനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അവസാനത്തെ പറഞ്ഞ ആ സ്ഥലത്ത് പോയിട്ട് കൊടുത്താൽ അതാണ് ഓരോരോ ദേശത്ത് എത്ര ഭാഗമുണ്ടോ അതിന്റെ മണ്ണിന്റെ ശരിയായിട്ടുള്ള ആസ്ഥാനത്തെ കണക്ക് നിൽക്കുന്ന ഒരേ ഒരു സ്ഥലം അവിടെ, മനസ്സിലാവണ്ട? അവിടെ നീ വെള്ളി അടച്ചിട്ട് നിന്റെ ആ കടലാസുണ്ടിന്റെ അക്കം എഴുതി അപേക്ഷ എഴുതി വെച്ചിട്ട് നീ ഒന്ന് തിട്ടപ്പെടുത്ത. അപ്പൊ നിനക്ക് തരും ഒരു 15-20 ദിനം കഴിയുമ്പോൾ. അപ്പൊ അറിയാൻ നിനക്ക് അതിൽ എന്തൊക്കെയുണ്ടെന്ന്, മനസ്സിലായ? അപ്പൊ അതിൽ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നീ ഒരു വാക്കുവാദത്തിനും ഒരു ഇല്ലത്തും നടക്കണ്ട, നടത്തന്നെ വേണ്ടി വരും.
എന്താ താലൂക്കിലും പട്ടയത്തിന്റെ സ്കെച്ച് അതൊന്നല്ല ഉണ്ണി പറഞ്ഞത് മനസ്സിലായില്ല നിനക്ക്. അവിടെയല്ല അവസാനത്തെ കളം കിടക്കുന്നത് ഇന്ന സ്ഥലത്താ. ഇപ്പൊ ആ ഉണ്ണി പറഞ്ഞ പേരില്ലേ, അവിടെ നീ പോയിട്ടൊന്ന് ചോദിക്ക്. അപ്പൊ ഏതൊക്കെ ദേശത്തെ ആ ഒരു ദേശം അങ്ങേരൊക്കെ ഇല്ല, അതിന്റെ ഏതൊക്കെ മണ്ണ് എത്ര കാലം മുമ്പുണ്ടോ അത് കിട്ടും. അത് കിട്ടിയിട്ട് അധികാരികളെ കണക്ക് പ്രകാരം കഴിഞ്ഞ മുഴുവനും ഇനി നിനക്ക് കുറച്ചും കൂടി നീട്ടിയെടുക്കണം. അത് കിട്ടട്ടെ, അത് കിട്ടട്ടെ, അത് കിട്ടട്ടെ. എന്നിട്ട് ഞാൻ തരാം. ആ അധികാരികളെ നീ നിനക്ക് വെള്ളിക്ക് വേണ്ടി കൊടുത്ത സ്ഥാപനത്തിന്റെ പേര് ഞാൻ വഴി ഉണ്ടാക്കി. ഇതവിടെ കൊണ്ടുവന്നിട്ടോളാൻ പറയും. ആ മണ്ണില് കൊണ്ടുവന്നിട്ടോ. എന്നിട്ട് നീ പ്രാർത്ഥനാ സങ്കല്പം വെച്ച് ഇന്ന ദേശത്ത് വെള്ളി കിടക്കുന്ന ഇന്ന സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് അപേക്ഷ വെച്ചിട്ട് ഇത്ര വെള്ളിക്ക് വേണ്ടി മായക്കാരെ വാങ്ങിച്ചു തരാമെന്ന് പറയാം കേട്ടോ. ഓക്കെ തകിട് പോയി അങ്ങനെ ഫ്രണ്ടിന് പുസ്തകാല കർമ്മങ്ങളൊക്കെ ചെയ്താണ് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. പഠന വിദ്യാലയത്തിൽ വെച്ച് മറന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കളയരുത്, മനസ്സിലായില്ല. ശ്രദ്ധിച്ചോളൂ. പേരെന്ന് പറഞ്ഞു അഞ്ചിത മൂലം ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. മൈഗ്രേനല്ലേ? നിന്റെ അച്ഛൻ്റെ കാലത്തിൽ 7 ദിനം നിന്റെ പേരിലൊരു കൂവളത്തിന്റെ ഹാരം ഒരു കുടം കൊണ്ട് നീരും നിന്റെ ആ നെറ്റിഭാഗം ഒഴിഞ്ഞ് ഒരു പാത്രം നെയ്യ് കൊടുക്ക്. ഇതാ തീർപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. 7 നാൾ ഇതാ ഒഴിഞ്ഞു താനും കൊടുത്തേക്കാം. ഇങ്ങനെ ഒരു വേവലാതി എനിക്കുണ്ട്, വിദ്യക്കിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അതൊന്ന് തീർത്ത് തന്നേക്കണമെന്ന് പറയാം. തൃക്കണ്ണിലെ ഉള്ളവനെ എൻ്റെ അച്ഛനെ ഭൂമി മലയാളത്തിലെ എല്ലാ മാനുഷ്യ മഹാജനങ്ങൾക്കും എന്തൊക്കെ വൃക്ഷലതാദികളൊക്കെ ഉണ്ട് അവർക്ക് ജീവൻ പകരുന്ന എൻ്റെ അച്ഛനെ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നീ ഒഴിഞ്ഞു കൊണ്ടു കൊടുത്ത് ഞാൻ വഴി ഉണ്ടാക്കി തരാം.